അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ട അവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായ വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ, ആമീൻ. നമ്മൾ സൂറ നജ്മ് 18 ആയത്തുകളാണ് ഇതുവരെ പഠിച്ചത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ടാണ് നമ്മൾ 18 ആയത്ത് പഠിച്ചത്. അപ്പം ഇതൊരു വിഷയം നമ്മൾ മനസ്സിലുണ്ടാവണം. പിന്നെ ഈ സൂറത്തിൽ അള്ളാഹു ഈ സൂറത്ത് തുടങ്ങുന്നത് വഹീനെയും മിഅ്റാജിനെയും പഠിപ്പിച്ചുകൊണ്ടാണ്, ഓർമ്മയിലുണ്ടാവും. അപ്പോൾ എന്തിനാണത് പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ വഹി ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ്. ഈമാൻ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വഹി എന്ന് പറഞ്ഞാൽ. നമുക്ക് ഈ ലോകത്ത് ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന അറിവ്, നോളജ് കിട്ടുന്നത് അള്ളാഹുവിൽ നിന്നാണ് എന്നതാണ് വഹീൻ്റെ ബേസ്. അപ്പോൾ ആ വഹി പിന്നെ എന്തുകൊണ്ട് നമ്മൾ വിശ്വസിക്കണം എന്നത് അള്ളാഹു എന്ത് ചെയ്യുന്നു, ആ സംഭവത്തെ, ആ നിമിഷത്തെ ചിത്രീകരിച്ചുകൊണ്ട് അള്ളാഹു പഠിപ്പിക്കുന്നതാണ് കഴിഞ്ഞ ആയത്തുകൾ. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് അള്ളാഹു മിഅ്റാജിനെയും പഠിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആത്മീയതക്കുള്ള സാധ്യതയാണ് വഹിയും മിഅ്റാജും. ആത്മീയതക്കുള്ള സാധ്യത എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലെ ആത്മാവിനെ കൊണ്ട് സൃഷ്ടാവിനെ ബന്ധപ്പെടാനുള്ള നമ്മുടെ കഴിവിൻ്റെ 2 ഉദാഹരണങ്ങളാണെന്ത്, വഹിയും മിഅ്റാജും. അപ്പോൾ നമ്മളത് പഠിച്ചിരുന്നു. ഇനി അള്ളാഹു ഈ സൂറത്തിൽ പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞത് മനുഷ്യൻ്റെ ആത്മീയത, ദൈവവിശ്വാസം, ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുള്ള ശരിയായ ഉദാഹരണമാണ് വഹിയും മിഅ്റാജുമെങ്കിൽ അതിൻ്റെ തെറ്റായ ഉദാഹരണങ്ങളാണ് ഇനി അള്ളാഹു പഠിപ്പിക്കാൻ പോകുന്നത്. നമുക്ക് ആയത്തിലേക്ക് കടന്നിട്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകും. എല്ലാവരും ഒന്ന് അതിൻ്റെ മലയാള അർത്ഥം നോക്കിയാൽ 19-ാമത്തെ ആയത്ത്, അഫറ ഐത്തുമുല്ലാത്ത വൽ ഉസ്സ. അഫറൈത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക എന്ന അർത്ഥമുണ്ട്, ചിന്തിക്കുക എന്ന അർത്ഥവും ഉണ്ട്. അപ്പോൾ അഫറ ഐത്തും, നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അഫറ ഐത്തും, നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അല്ലാത്ത വൽ ഉസ്സ. ലാത്തയും ഉസ്സയും പിന്നെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ദേവതകളായിരുന്നു എന്ന് വെച്ചാൽ പെൺ ദൈവങ്ങളായിരുന്നു, വിഗ്രഹങ്ങൾ. ഞാൻ ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് വിശദീകരിക്കാം. 20-ാമത്തെ ആയത്തിൽ വമനാത്ത സാലിസത്തൽ ഉഖ്റ. മനാത്ത് എന്ന് പറഞ്ഞാൽ 3-ാമത്തെ ഒരു വിഗ്രഹമാണ്. സാലിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-ാമത്തെ, ഉഖ്റ വേറെയും 3-ാമത്തേതായ മനാത്തയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ലാത്ത, ഉസ്സ, മനാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്ക, മദീന, തായിഫ് ഈ പ്രദേശങ്ങളിൽ മനുഷ്യർ ധാരാളമായി ആരാധിച്ചിരുന്ന, ബലിയൊക്കെ കഴിച്ചിരുന്ന, പിന്നെ ധാരാളം തീർത്ഥാടനങ്ങളൊക്കെ നടത്തിയിരുന്ന ദേവതകളുടെ പേരാണെന്ത്, ലാത്ത, ഉസ്സ, മനാത്ത് എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല കഅബയിലേക്ക് പോകുന്നത് പോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉസ്സ വിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് ആൾക്കാർ തീർത്ഥാടനത്തിന് അത്രയും പ്രധാനപ്പെട്ട 3 വിഗ്രഹങ്ങളായിരുന്നു അത്. ഇവിടെ അള്ളാഹു ഇവിടെ ഒരു പ്രയോഗം അസാലിസത്തൽ ഉഖ്റ എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ലാത്ത, ഉസ്സ, മനാത്ത, അങ്ങനെ വേറെയും 3-ാമത്തെ വേറെയും എന്നാണ് അങ്ങ് പ്രയോഗം. എന്ന് വെച്ചാൽ ഇതിങ്ങനെ തീരുന്നില്ലല്ലോ, ഇതൊന്നല്ല, ഇങ്ങനെ ധാരാളം. അതിൻ്റെ ഒരു വില കുറച്ച് കാണിക്കുന്നതിൻ്റെ ഒരു പ്രയോഗമാണെന്ത്, സാലിസത്തൽ ഉഖ്റ, 3-ാമത്തെ വേറെയും എന്ന് പ്രയോഗിക്കുന്നത് മനുഷ്യനിങ്ങനെ ധാരാളം ഉണ്ടാക്കി കൊണ്ടുപോകുന്നതിനെ കുറിച്ച് അള്ളാഹ് പറയുന്നത് വേണ്ടിയിട്ടാണ്. ഖുർആനിൽ വിഗ്രഹങ്ങളെ കാണിക്കാൻ വേണ്ടി 3 പദങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. ഒന്ന് സനം എന്നുള്ളതാണ്, സ്വനം. അതാണ് അസ്നാം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും ഖുർആനിൽ. അസ്നാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ പോലെയോ മൃഗത്തെ പോലെയോ ആകൃതിയിൽ കൊത്തിയെടുക്കുന്ന വിഗ്രഹത്തിനാണ് എന്ത് പറയാം, അസ്നാം എന്ന് പറയാം. പിന്നെ എന്ന് മാത്രമല്ല ഭയങ്കര ആകർഷകമായ എന്തിനെങ്കിലും അസ്നാം എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. തമാസീൽ എന്ന് ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. തമാസീൽ എന്ന് പറഞ്ഞാൽ മസൽ, ഒരേപോലെ എന്ന് പറയില്ലേ, സിമിലർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഏതിനെയൊക്കെയോ പോലെ ആക്കിയ സാധനം എന്ന് പറയാനാണ് തമാസീൽ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. 3-ാമത് ഖുർആൻ ഉപയോഗിച്ച ഒരു പദമാണ് വസൻ, ഔസാൻ എന്ന് പറയുന്നുണ്ട്. ഔസാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിഗ്രഹമായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. എന്ന് വെച്ചാൽ പിന്നെ ഏതെങ്കിലും രീതിയിൽ മനുഷ്യന് പിന്നെ ആരാധിക്കാനുള്ള പ്രതിഷ്ഠയാക്കുന്നതിന് മനുഷ്യനും മൃഗവും ആയിക്കൊള്ളണമെന്നില്ല. എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് കാണാൻ കഴിയാത്തൊരു സാധനത്തിനെ പിന്നെ വിഗ്രഹം പോലെ ആരാധിക്കുന്നതിനെയാണ് ഔസാൻ എന്ന് പറയുന്നത് എന്ന് കാണാൻ പറ്റും. ഇനി 21-ാമത്തെ ആയത്തിൽ
അള്ളാഹു ഒരു ചോദ്യം ചോദിക്കുകയാണ്. അലക്കും ദക്കറു വലഹുൽ ഉൻസ എന്നാണ്. അലക്കും നിങ്ങൾക്ക് അദ്ദക്കർ ആണ്, വലഹുൽ ഉൻസ പക്ഷെ അള്ളാഹ്ക്ക് പെണ്ണുമോ എന്ന് അവരോട് ചോദിക്കുകയാണ്. ഇത് ശരിക്ക് ഒരു സർക്കാസമാണ്. എന്ന് വെച്ചാൽ പിന്നെ ഈ അറേബ്യയിൽ ഉള്ളൊരു കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. അവർക്ക് പെൺകുട്ടികൾ എന്ന് പറയുന്നത് അങ്ങേയറ്റം വെറുപ്പുള്ള ഒരു വിഭാഗമാണ്. പെൺകുട്ടികൾ ജനിക്കുമ്പം അവരുടെ മുഖം കറക്കുന്നതും കുഴിച്ചിടുന്നതൊക്കെ ഖുർആൻ പറയുന്ന കാര്യമാണ്. പെൺകുട്ടികളെ ഇത്ര വെറുത്ത ഒരു വിഭാഗം ദേവതകളായിട്ട് പിന്നെ ദൈവങ്ങളായിട്ട് പ്രതിഷ്ഠിക്കുന്നത് 3 ആളും എന്താണ്? പെൺ ദൈവങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ അറിയുന്നില്ല ഇത് എവിടുന്നാണ് വരുന്നതെന്നുള്ളത്. അങ്ങനെ ഉണ്ടല്ലോ, കാലാകാലമായിട്ട് വന്നൊരു സാധനത്തിന് അങ്ങനെ അന്ധമായി പിന്തുടരുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് കിട്ടുകയാണ്. ഈ ദേവതകളൊക്കെ എവിടുന്ന് വരുന്നു എന്നുള്ളതിന് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അധിക പഠനങ്ങളും പറയുന്നത് ഈ പിന്നെ അറേബ്യക്ക് ചുറ്റും അതിന് മുന്നേ ഉള്ള സെമിറ്റിക് പിന്നെ ഈസ്റ്റേൺ കൾച്ചർ പിന്നെ അറേബ്യൻ്റെ ഈസ്റ്റേൺ കൾച്ചറിനൊക്കെ വരുന്ന ദേവതകളാണ്. അവിടെയൊക്കെ ഉൽപാദനത്തിന് എന്ന് വെച്ചാൽ ഫെർട്ടിലിറ്റി ഉണ്ടല്ലോ, കൃഷിക്കൊക്കെ എന്താണ് ഫെമിനിനാണ് ഉപയോഗിക്കുക. അതേപോലെ ശക്തിക്ക് ഉപയോഗിക്കുന്നത് എന്താണ് സ്ത്രീലിംഗത്തിലാണ് ഉപയോഗിക്കുക. അവിടുന്നാണ് ഇപ്പം മനാത്ത് എന്ന് പറയുന്നത് വിധി പിന്നെ നിർണ്ണയിക്കുന്ന ദൈവമാണ്. അതേപോലെ ഉസ്സ എന്ന് പറയുന്നത് അസീസ് എന്ന് പറയുന്നിടത്ത് വരുന്നതാണെന്നുള്ളൊരു പ്രയോഗമുണ്ട്, ശക്തി. ലാത്ത എന്ന് പറയുന്നത് സമൃദ്ധി, കുട്ടികൾ ഉണ്ടാകുക, ഉൽപാദനം, കൃഷി, ഇതിനൊക്കെ അറേബ്യക്ക് പുറത്തു നിന്നും സ്ത്രീകളുടെ ദേവതകളായിട്ട് ഉപയോഗിച്ചത് പിതാക്കന്മാരായിട്ട് തങ്ങളുടെ അടുത്തേക്ക് വന്നതിൻ്റെ ഭാഗമാണ് എന്ത് ചെയ്യുന്നത് ഇവരും ആരാധിക്കുന്നത്. അള്ളാഹ് ചോദ്യം ചോദിക്കണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എന്താന്ന് പോലും തിരിയാണ്ടാണ് അന്ധമായിട്ട് എന്ത് ചെയ്യുന്നത് ഇതിനെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്. ഒരുവിധം നിങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സമൂഹത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെയ്യുന്ന ആൾക്ക് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. കുറേ കാലമായിട്ട് ഇതിനെ കുറിച്ചൊരു കഥയുണ്ട്. ഒരു സന്യാസി ഒരു അമ്പലത്തിൽ ഇങ്ങനെ പോയിട്ട് പിന്നെ അയാൾ പിന്നെ എന്താണ് ഒരു തിരി ഇങ്ങനെ എടുത്തിട്ട് കയ്യിൽ എണ്ണയാവും. അപ്പോൾ എണ്ണ എന്ത് ചെയ്യും ഇങ്ങനെ തേച്ചിട്ട് പോവും. അപ്പോൾ ബാക്കിൽ വരുന്ന എല്ലാവരും എന്ത് ചെയ്യും അതേമാതിരി തേച്ചിട്ട് പിന്നെ അതൊരു പുതിയ ആചാരമാകുന്നതിൻ്റെ എന്ന് വെച്ചാൽ അന്ധവിശ്വാസങ്ങളുടെ ഒരു കോലം പറയാനാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. 22-ാമത്തെ ആയത്തിൽ തിൽക്ക ഇദൻ ഖിസ്മത്തുൻ ലീസ എന്ന് പറഞ്ഞാൽ ഖിസ്മത്ത് എന്ന് പറഞ്ഞാൽ ഓഹരി വെക്കലാണ്. ലീസ എന്ന് പറഞ്ഞാൽ നീതി ഇല്ലാത്ത എന്നർത്ഥമാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു വല്ലാത്ത നീതിയില്ലാത്ത ഓഹരി വെപ്പാണ്. എന്താണ് എനിക്ക് അള്ളാഹ്ക്ക് പെണ്ണുങ്ങളും പിന്നെ നിങ്ങൾക്ക് എന്താണ് ആണുങ്ങളും എന്നുള്ളത് വളരെ ഇതാണ്. 23-ാമത്തെ ആയത്തിൽ ഇൻഹിയ ഇല്ല അസ്മാഉൻ സമ്മൈതുമൂഹ. ഇൻഹിയ ഇല്ല അസ്മാഉൻ സമ്മൈതുമൂഹ. അസ്മാ എന്താണ് നാമങ്ങൾ. ഇൻഹിയ ഇത് എന്ന് പറയുന്നത് അസ്മാ മാത്രമാണ്, പേരുകൾ മാത്രമാണ്. അതിന് പ്രത്യേകിച്ച് വിലയൊന്നുമില്ല, പേരുകൾ മാത്രമാണ്. സമ്മൈതുമൂഹ നിങ്ങളിട്ട പേരുകൾ. അൻതും വ ആബാഉക്കും നിങ്ങളും നിങ്ങളുടെ പിതാക്കളും എന്താണ് ഇട്ട പേരുകളാണ്. മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ. അള്ളാഹ് എന്ത് ചെയ്തിട്ടില്ല ഇതിന് പ്രത്യേകമായിട്ട് ഒരു തെളിവോ പ്രമാണമോ നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടില്ല. ഈ യത്തബിഊന ഇല്ല ലന്ന് അവര് പിന്തുടരുന്നത് ലന്നിനെ മാത്രമാണ്. ലന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലന്ന് പിന്നെ ചിന്തയുടെ തുടക്കത്തിനാണ് ലന്ന് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു സാധനം ഉറപ്പാകുന്നതിന് മുന്നേ ഉള്ള സ്റ്റേജിനാണ് ലന്ന് എന്ന് പറയുക. കുറേ തെളിവ് കിട്ടിയാൽ ചിലപ്പോൾ നമ്മൾ ആ ചിന്തിച്ച സാധനം ഉറപ്പാകാം, ശരിയാകാം, തെറ്റാകാം. അതുകൊണ്ടാണ് ഊഹം എന്ന് ലന്നിന് പറയാൻ കാരണം. ഉറപ്പായിട്ടില്ല, പക്ഷെ നമുക്ക് എന്തുണ്ട് ഒരു തോട്ടുണ്ട്, ആ തോട്ടിനെയാണ് ലന്ന് എന്ന് പറയുക. അള്ളാഹ് പറയുന്നത് ഒരു ഉറപ്പും ഒരു തെളിവും ഇല്ലാത്ത ഊഹത്തിൽ നിന്നാണ് അവരിത് വരുന്നത്. അതേപോലെ തന്നെ വമാ തഹ്വൽ അൻഫുസ്. തഹ്വ ഹവ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സൂറ നജ്മിൽ 2 പ്രാവശ്യം ഓൾറെഡി അള്ളാഹ് ഉപയോഗിച്ച പദമാണ് ഹവ. ഹവ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴത്തേക്ക് വീഴുന്നതിനാണ് ഹവ എന്ന് പറയുക. ശൂന്യത എന്നതിന് ഹവ എന്ന് പറയും. മനുഷ്യൻ്റെ ഇച്ഛക്കാണ് ഹവ എന്ന് പറയുക. ആഗ്രഹങ്ങൾ, ഇച്ഛ. കാരണം എന്താണ്? ആ ആഗ്രഹങ്ങൾ കൊണ്ട് അവന് അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് താഴത്തേക്കാണ് യഥാർത്ഥത്തിൽ ആഗ്രഹങ്ങൾ കൊണ്ട് മനുഷ്യൻ വീഴുന്നത് കൊണ്ടാണ് ഹവ എന്ന് ഉപയോഗിക്കുന്നത്. അള്ളാഹ് ഇവിടെ പറയുന്നത് എന്താണ്? അവരുടെ ഇച്ഛകൾ, അവരെ ആഗ്രഹം കൊണ്ട് അവരെന്നെ ഉണ്ടാക്കിയെടുത്താണെന്ത് ഈ വിഗ്രഹങ്ങൾ എന്നൊക്കെയാണ് അള്ളാഹ് പറയുന്നത് എന്ന് കാണാൻ പറ്റും. വലക്കത് ജാഅഹും മിർ റബ്ബിഹിമുൽ ഹുദ. അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ റബ്ബിൽ നിന്നും യഥാർത്ഥത്തിൽ ഹിദായത്ത് വന്നിട്ടുമുണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത് എന്ന് കാണാൻ പറ്റും. ഇവിടുത്തെ ഒരു പ്രയോഗം നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ഖുർആൻ വായിക്കുമ്പം നമ്മൾ പിന്നെ ഖുർആൻ്റെ വായനക്കിടയിൽ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, അള്ളാഹു
എത്ര നിഷേധികളോട് സംസാരിക്കുമ്പോഴും അവരെ നന്നാക്കാനുള്ളൊരു ടോണിലാണ് സംസാരിക്കുക. ഇവിടെ അള്ളാഹ് പറയുന്നത് വലക്കത് ജാഅഹും മിർ റബ്ബിഹിമുൽ ഹുദാ എന്നാണ്. അവരുടെ റബ്ബിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഹിദായത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങേയറ്റത്തെ വിഗ്രഹാരാധന നടത്തുന്ന ഒരു ടീമിനെ കുറിച്ച് അള്ളാഹ് പറയുന്നത് ഇവർ നന്നായിട്ടില്ല, ഇവർ ശരിയായിട്ടില്ല, തെറ്റാണ്. പക്ഷേ അവരുടെ റബ്ബിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഹിദായത്ത് വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ആ ഒരു ഖുർആൻ്റെ ആ ടോണിനെ പറയുന്നത്. 24-ാമത്തെ ആയത്തിൽ അംലിൽ ഇൻസാനി മാ തമന്ന. എന്നിട്ട് അള്ളാഹ് ചോദിക്കുകയാണ്, മനുഷ്യൻ അവന് മോഹിച്ചതൊക്കെ ലഭിക്കുമോ? മോഹിച്ചതൊക്കെയാണോ ലഭിക്കുന്നത് എന്നുള്ളത്. ഇവിടെ ഉപയോഗിച്ച പദം തമന്ന എന്നാണ്. മനിയ എന്നുള്ളതാണ് തമന്ന എന്ന് പറയുന്നത്. തമന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭാവിയിലേക്ക് ഒരു സാധനം മോഹിക്കുന്നതിനെ കുറിച്ചാണ്, ആഗ്രഹിക്കുന്നതിനെ കുറിച്ചാണ് തമന്ന എന്ന് പറയുക. പിന്നെ നേരത്തെ ഉപയോഗിച്ചത് ഹവയാണ്. ഹവയും തമന്നയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനിയ എന്ന് വെച്ചാൽ ഹവ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹേച്ഛയാണ്. ഇപ്പം ഒരു ഉദാഹരണത്തിന് നമ്മുടെ എന്താണ് തറവാടിത്തം, നമ്മുടെ പൈതൃകം, നമ്മുടെ അഹങ്കാരം, ഇതൊക്കെ എന്താണ് ദേഹേച്ഛയാണ്. നമ്മുടെ ദേഹേച്ഛ, അസൂയ, സ്വാർത്ഥത. തമന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ ഭാവിയിലേക്ക് നമ്മളൊന്ന് മോഹിക്കുകയാണ്, ഇങ്ങനെ ആയാലോ എന്നതിനെയാണ്. അപ്പോൾ അള്ളാഹ് പറയുന്നത് വിഗ്രഹങ്ങൾ മനുഷ്യന് വരുന്നത് ഒന്ന് അവൻ്റെ ദേഹേച്ഛ കാരണമാണ്, രണ്ട് അവൻ തന്നെ കുറേ മോഹങ്ങളുണ്ട് ഭാവിയിലേക്ക്, ഇതിനെ കൊണ്ട് ഇങ്ങനെ ആക്കാന്നുള്ളത്, അതുകൊണ്ടുമാണ് എന്ന് പറയുന്നതാണ് അവിടെ നിന്ന് കാണാൻ പറ്റും. 25-ാമത്തെ ആയത്തിൽ ഫലില്ലാഹിൽ ആഖിറത്തു വൽ-ഊല. ഈ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴും ഫലില്ലാഹിൽ ആഖിറത്തു വൽ-ഊല, അള്ളാൻ്റെതാണ് ആദ്യവും അന്ത്യവും, എല്ലാം അള്ളാൻ്റെതാണ് എന്നത് അവിടെ അള്ളാൻ്റെ നിയന്ത്രണം പറയാണ്. 26-ാമത്തെ ആയത്തിൽ മറ്റൊരു വിഷയം കൂടെ പറയാണ്. വകം മിൻ മലക്കിൻ, എത്രയെത്ര മലക്കുകളുണ്ട്, ഫിസ് സമാവാതി, ആകാശങ്ങളിൽ, ലാ തുഗ്നി ശഫാഅത്തുഹും ഷൈഅ, അള്ളാൻ്റെ അടുത്ത് ഒരു ഷഫാഅത്തും ഒരു ശുപാർശയും ചെയ്യാൻ അവർക്ക് എന്ത് ചെയ്യൂല, കഴിയൂല. ഇത് പറയാൻ കാരണം എന്താണ്? അവർക്ക് ഷിർക്കിൻ്റെ ഒരു ബേസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാൻ്റെ അടുത്ത് ഈ ദൈവങ്ങളൊക്കെ പോയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ശുപാർശ ചെയ്യും, എന്താണ് അവരുടെ കാര്യം പോയി പറയും എന്നൊരു തെറ്റിദ്ധാരണനെ അള്ളാഹ് എന്ത് ചെയ്യാണ്, മലക്കുകളെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ശുപാർശ ചെയ്യാൻ കഴിയില്ല. ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹ്, അള്ളാഹു അനുമതി കൊടുത്താലല്ലാതെ, ലിമൻ യശാഉ വയർള, അള്ളാഹുവിന് ഇഷ്ടപ്പെടുക അല്ലാതെ എന്ത് ചെയ്യാൻ കഴിയില്ല, ഷഫാഅത്ത് കൊടുക്കാൻ കഴിയില്ല. 27-ാമത്തെ ആയത്തിൽ ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറത്തി, ആഖിറത്തിൽ വിശ്വസിക്കാത്തവർ ല യുസമ്മൂനൽ മലായികത തസ്മിയത്തൽ ഉൻസ, മലക്കുകളെ എന്ത് ചെയ്യുന്നു, പെൺ നാമങ്ങളിട്ട് വിളിക്കുന്നു. ഇത് അവരുടെ വേറൊരു വിഷയമാണ്. നേരത്തെ ആദ്യത്തെ ആയത്തിൽ പറഞ്ഞ പോലെ തന്നെ അള്ളാൻ്റെ പെൺമക്കളാണ് മലക്കുകൾ എന്നവരെന്ത് ചെയ്തിരുന്നു, അവർ വിശ്വസിച്ചിരുന്നു. അവരെന്ന് വെച്ചാൽ ചില ആൾക്കാർ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് മലക്കുകൾ എന്ന് വിശ്വസിച്ചിരുന്നു. 28-ാമത്തെ ആയത്തിൽ അവസാനം വമാലഹും മിൻ ബിഹി മിൻ ഇൽമ്, അവർക്ക് എന്തില്ല, ഈ കാര്യത്തിൽ ഒരു ഇൽമും ഒരറിവുമില്ല. ഈ എത്തബിഊന ഇല്ലല്ലാഹ്, അള്ളാഹ് റിപ്പീറ്റ് ചെയ്യാണ്, അവർ ഊഹത്തിൽ കൊണ്ട് മാത്രമാണ് പിന്തുടരുന്നത്. വ ഇന്നല്ലന്ന ലാ യുഅനി മിനൽ ഹഖി ഷൈഅ, ഹക്ക് മനസ്സിലാകാൻ ഊഹം ഒരു ഉപകാരവും ചെയ്യുകയില്ല എന്ന് പറയുന്നതാണ് കാണും. അപ്പം ഈ ആയത്തുകൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് വിഷയം. വിഗ്രഹാരാധന, ഷിർക്ക്, ഇതൊക്കെയാണ് വിഷയം. അള്ളാഹ് വഹിയും മിഅ്റാജും പറഞ്ഞിട്ട് മനുഷ്യൻ്റെ ദൈവവിശ്വാസത്തിൻ്റെയും ആത്മീയതൻ്റെയും ശരിയായ വശം പറഞ്ഞിട്ട് അതിൻ്റെ തെറ്റായ വശം പഠിപ്പിക്കുന്നതാണ് ഈ ആയത്തുകളിൽ. എന്തൊക്കെയാണ് ഈ ആയത്തിൽ പറയുന്നത്? ഒന്ന്, അള്ളാഹു വിഗ്രഹങ്ങളുടെ ചില ഉദാഹരണങ്ങൾ പറയാണ്. അതാണ് ലാത്ത, ഉസ്സ, മനാത്ത. ഇത് മാത്രമാണ് പ്രശ്നമുള്ളത് കൊണ്ടല്ല, ഇതിൻ്റെയൊക്കെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഒരു ഉദാഹരണം പറയാണ്. രണ്ട്, അവരോട് പറയുകയാണെന്ത്, സ്ത്രീകളെ, പെണ്ണുങ്ങളെ വെറുക്കുകയും എന്നിട്ട് സ്ത്രീ ദൈവങ്ങളെ നിങ്ങളെ ഏറ്റെടുക്കുകയും ചെയ്യുന്നു, അള്ളാൻ്റെ പെൺമക്കളാണ് ഇത് എന്നൊക്കെ പറയുന്നത്, ഇതിലുള്ള വൈരുദ്ധ്യം അവരെ അള്ളാഹ് കാണിച്ചു കൊടുക്കുകയാണ്. മൂന്ന്, എന്തുകൊണ്ടാണ് അവർ വിഗ്രഹങ്ങൾ എടുത്തത് എന്നതിന് അള്ളാഹു 4 കാരണം പറയാണ്. ഒന്നെന്താണ്, അന്ധമായ പാരമ്പര്യമാണ്. എന്ന് വെച്ചാൽ ഉപ്പ ചെയ്തു എന്നതുകൊണ്ട് മോനും ചെയ്യുന്നു. അതാണ് അൻതും വ ആബാഉക്കും, നിങ്ങളും നിങ്ങളുടെ പിതാക്കളും കൂടി ഉണ്ടാക്കിയതാണ് ഈ ദേവതകൾ എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാരണം അന്ധമായ പാരമ്പര്യമാണ്. രണ്ടാമത് അള്ളാഹ് പറയുന്നത് ഒരു പ്രമാണവും ഇതിനില്ല. എന്തെങ്കിലും ഒരു പ്രമാണമാണല്ലോ, ഒരു പ്രമാണവും ഇതിനില്ല, ഒരു സുൽത്താനും ഇതിനില്ല. മൂന്ന്, അള്ളാഹ് പറയുന്നത് ഊഹങ്ങളിൽ നിന്ന് അവരെന്ത് ചെയ്താണ്, ഉണ്ടാക്കിയെടുത്താണ്. 4, അള്ളാഹ് പറയുന്നത് ഹവയിൽ നിന്നും അവരുണ്ടാക്കിയെടുത്താണ്, അവരുടെ തന്നെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയെടുത്താണ്. 5, അള്ളാഹു പറയുന്നത് അവരുടെ തമന്ന, മനിയ, അവരുടെ ഭാവിയിലേക്കുള്ള ആഗ്രഹങ്ങൾ കൊണ്ടാണ് അവർ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് അള്ളാഹ് പറയുന്നതായിട്ട് കാണാൻ പറ്റും. എന്നിട്ട് അള്ളാഹു പറയുന്നത് എന്താണ്,
ഫലില്ലാഹിൽ ആഖിറത്തു വല്ലൂല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ആഖിറത്തും മൂലയൊക്കെ അള്ളാഹിൻ്റെ അടുത്താണ്. നമ്മൾ ഒരു 3 വിഷയമായിട്ട് ഇതിനെ ഇതാക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ആദ്യം എന്തുകൊണ്ടാണ് ഇസ്ലാം ഈ ബഹുദൈവ വിശ്വാസത്തെ, വിഗ്രഹാരാധനയെ എതിർക്കുന്നത് എന്നത് മനസ്സിലാക്കാൻ, ഇതിൻ്റെ ഒരു ബേസ് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിലൊന്ന്, എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ ദൈവവിശ്വാസത്തിലേക്ക് എത്തുന്നത് എന്ന് വെച്ചാൽ, ദൈവവിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയാത്ത മറ്റൊരു ലോകത്തിലുള്ള ഒരു ശക്തിയിലേക്ക് ഒരാൾ വിശ്വസിക്കുകയാണ്. അതിലേക്ക് എന്തുകൊണ്ടാണ് മനുഷ്യൻ എത്തുന്നത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, 2 സവിശേഷതകൾ കൊണ്ടാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ഒന്ന്, ധാരാളം പരിമിതികളുള്ള ആൾക്കാരാണ് മനുഷ്യർ. എന്ന് വെച്ചാൽ നിസ്സാരരാണ്, നമ്മൾ കുറേ ലിമിറ്റേഷൻ ഉള്ളവരാണ് എന്ന് നമുക്ക് തന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മനസ്സിലാവും. ഒരു പരിധിയിലപ്പുറം, ഈ മതിലിൻ്റെ അപ്പുറം നമുക്ക് കാണാൻ കഴിയില്ല, വല്ലാത്ത വിഷമം വന്നാൽ നമ്മൾ തകർന്നു പോവും. അങ്ങനെ കുറേ പരിമിതികളോടുകൂടിയാണ് അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചത്. രണ്ടാമത്, അവൻ്റെ ഉള്ളിൽ അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്, ആത്മാവ് ഇട്ടിട്ടുണ്ട്. ഈ 2 സവിശേഷതകൾ മനസ്സിലാക്കിയാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഒരാൾ ദൈവവിശ്വാസത്തിലേക്ക് എത്തുന്നത്. 2 വഴികളാണ് ദൈവവിശ്വാസത്തിലേക്ക് എത്തുന്നത്. നിങ്ങൾ ലോകത്തിൻ്റെ തുടക്കം മുതൽ നോക്കിയാൽ, ഈ ഗുഹൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ആൾക്കാർ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന മുതൽ നോക്കിയാൽ ഈ 2 കാരണങ്ങൾ കാണാൻ പറ്റും. ഒന്നാമത്തെ കാരണം, മനുഷ്യൻ അവൻ്റെ നിസ്സാരത തിരിച്ചറിയുന്നു. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ കാട്ടിലൊക്കെ ജീവിക്കുന്ന ആദിവാസി പഴയ അവരെങ്ങനെയാണ് ദൈവവിശ്വാസത്തിലേക്ക് എത്തിയെന്ന് നോക്കി കഴിഞ്ഞാൽ, പെട്ടെന്ന് ഒരു ഇടി വരുന്നു, അല്ലെങ്കിൽ മഴ വരുന്നു, അല്ലെങ്കിൽ ഒരു ഭൂകമ്പം വരുന്നു. അവരുടെ കഴിവിൻ്റെ അപ്പുറം അവർക്ക് താങ്ങാൻ കഴിയാത്ത വലിയൊരു ശക്തി അവർ മുന്നിൽ കാണുന്നു. അപ്പം സ്വന്തം നിസ്സാരത എന്ത് ചെയ്യുന്നു, അവർ തിരിച്ചറിയുന്നു. അങ്ങനെയാണ് അവർ സൂര്യനെയും ചന്ദ്രനെയും പ്രകൃതിയും ഒക്കെ ദൈവമാക്കുന്നതിൻ്റെ കാരണം, മനുഷ്യൻ്റെ നിസ്സാരത അവൻ സ്വന്തത്തിലായിട്ട് തിരിച്ചറിയുമ്പോൾ അവൻ എന്ത് ചെയ്യും, അതിനേക്കാൾ വലിയ ശക്തിയിലേക്ക് പോവും. അങ്ങനെയാണ് ദൈവവിശ്വാസത്തിലേക്ക് പോകുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള ശരിക്കുള്ള ഹിദായത്ത് അള്ളാഹ് മനസ്സിലാക്കി കൊടുക്കുന്നത് പ്രവാചകന്മാരിലൂടെയാണ്. അപ്പം മനുഷ്യൻ നിസ്സഹായനാവുമ്പം ഖുർആൻ എടുത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്ത്, നീ നിസ്സഹായനാണ് എന്ന് അള്ളാഹ് പറയുന്നുണ്ട്. പക്ഷെ ആ നിസ്സഹായതക്ക് നീ ആരെയാണ് വേണ്ടത് എന്നത്, അപ്പം ഇത് ക്ലിയർ ആകാത്തവരാണ് എന്ത് ചെയ്യുന്നത്, അവിടെ നിന്നുകൊണ്ടാണ് പ്രകൃതി ശക്തികൾ, ദേവതകൾ, മൃഗങ്ങൾ, നിങ്ങളാണല്ലേ ആന ദൈവമാകുന്നത്, എലി ദൈവമാകുന്നത്, പാമ്പ് ദൈവമാകുന്നത് എവിടെ നിന്നുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ അവൻ്റെ നിസ്സാരത തിരിച്ചറിയുമ്പം അവനേക്കാൾ ശക്തി ഉള്ളതിലേക്ക് അവൻ പോകുന്നതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ലാത്ത, ഉസ്സ, മനാത്ത് എന്ന വിഗ്രഹങ്ങൾ അവിടെ വരുന്നത്. എങ്ങനെയാണ് കൃഷി ഒരാളിട്ടിട്ട് കൃഷി വിളവ് വരാൻ വേണ്ടിയിട്ട്, അവന് കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അവനേക്കാൾ ശക്തി ഉള്ളത് എന്ന് കരുതുന്ന ഒരു ദൈവത്തിലേക്ക് പോകണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്, മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തിലേക്ക് എത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു മനുഷ്യൻ അള്ളാഹു ഉള്ളിൽ ആത്മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, സോള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ആത്മാവിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്മാവ് ഒരിക്കലും ഈ ലോകവുമായിട്ട് തൃപ്തിപ്പെടില്ല. നമ്മളെങ്ങനെയൊക്കെ തലകുത്തി പറഞ്ഞാലും നമ്മൾ വേറെ എന്തിനെയോ തേടിക്കൊണ്ടിരിക്കും. ആ തേട്ടം തെറ്റായി പോകുന്നിടത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആൾ ദൈവങ്ങൾ. ചില ആൾക്കാർ കാണുന്നില്ല, കരഞ്ഞ് ആൾ ദൈവങ്ങളെടുത്ത് പോയി വീഴുന്നത്. എല്ലാം ഇതായിട്ട് ആൾക്കാർ പ്രണയത്തിൽ ഇതിനെ കണ്ടെത്താൻ പോകുന്നു. അപ്പം ഇതിൻ്റെ ശരിയായ വഴിയായ അള്ളാഹുവിലേക്ക്, ഏകദൈവത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ മനുഷ്യൻ എന്ത് ചെയ്യും, ഇത്തരം കുറേ ദൈവങ്ങളിലേക്ക് പോകുന്നത് കാണാം. ഈ 2 വഴിയിലൂടെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ ദൈവത്തിലേക്കും അവൻ്റെ അപ്പുറമുള്ള വിശ്വാസത്തിലേക്കും എത്തുന്നത്. അതാണ് ഇതിൻ്റെ റൂട്ടും എന്ന് കാണാൻ പറ്റും. ഇപ്പോൾ വഹിയും മിഅ്റാജും നമ്മൾ പഠിച്ചിരുന്നു. വഹി എന്താണ്, വഹിയും മിഅ്റാജും നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. വഹിയിൽ മനുഷ്യൻ്റെ നിസ്സഹായത അറിയുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചുറ്റുവട്ടത്തുള്ള ആ അനീതി കണ്ടിട്ട് നിസ്സഹായത അനുഭവിച്ചപ്പം തേടുകയാണ്. ആ തേട്ടത്തിന് പ്രവാചകന് ശരിയായിട്ടുള്ളൊരു ഹിദായത്ത് കിട്ടുമ്പോഴാണ് ആരുടെ അടുത്തേക്ക് എത്തുന്നത്, അള്ളാഹിൻ്റെ അടുത്തേക്ക് എത്തുന്നത്. അത് കിട്ടാത്ത ആളാണ് വേറെ തെറ്റിലേക്ക് എത്തുന്നത്. മിഅ്റാജ് നിങ്ങൾ നോക്കി നോക്കുക, മനുഷ്യൻ്റെ ആത്മാവ് ദുഃഖത്താൽ ഏറ്റവും അങ്ങേയറ്റം തേടുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മിഅ്റാജ് എന്താണ്, യഥാർത്ഥ ദൈവത്തിലേക്ക് പോകുന്നതിൻ്റെ കാരണം. ഇതാണ് ഒന്ന്. ഇനി തൗഹീദ് എന്നാണ്. ഇപ്പോൾ ഇസ്ലാമിൽ ദൈവവിശ്വാസത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് തൗഹീദാണ്. തൗഹീദ് എന്നുള്ള പദം ഖുർആനിൽ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ അഹദ്, വാഹിദ് എന്നതിൽ നിന്നാണ് തൗഹീദ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏകദൈവ വിശ്വാസം എന്നുള്ളതാണ്. ഇസ്ലാം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ ഈ ആത്മീയത ഇസ്ലാം എന്ത് ചെയ്യുന്നു, അംഗീകരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് വേറൊരു ശക്തിയെ തേടണം എന്നതിനെ ഇസ്ലാം എന്ത് ചെയ്യുന്നു, അംഗീകരിക്കുന്നു. പക്ഷേ 2 അടിസ്ഥാനങ്ങൾ വെക്കുന്നു. ഇതാണ് എന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ ബേസ് കിടക്കുന്നത് ഇവിടെയാണ്. എന്തുകൊണ്ടാണ് ഇസ്ലാം ബഹുദൈവ വിശ്വാസത്തെയും വിഗ്രഹാരാധനയെ എതിർക്കുന്നതിൻ്റെ ബേസ് ഇവിടെയാണ്. മനുഷ്യൻ്റെ ആത്മീയത അംഗീകരിച്ചുകൊണ്ട് അള്ളാഹ് 2 കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അതിലൊന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
സൃഷ്ടാവും സൃഷ്ടിയും ഒരിക്കലും ഒരേപോലെ ആകുകയില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ. നിങ്ങൾ മറ്റ് മതങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും സവിശേഷതയും ഡിഫറൻസും എന്ന് പറയുന്നത് ഈ പോയിന്റിൽ അങ്ങേയറ്റം സ്ട്രിക്റ്റായിട്ട് സ്ട്രെസ് ചെയ്തു എന്നുള്ളതാണ്. അതാണ് വലം യകുല്ലഹു കുഫുവൻ അഹദ് എന്നുള്ള പഠിപ്പിക്കുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് വിഗ്രഹങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ ഒരു ഫോട്ടോയോ രൂപമോ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇസ്ലാമിൽ പറ്റൂല. ദൈവത്തിന് പുത്രൻ എന്ത് ചെയ്യാൻ പറ്റൂല. ദൈവത്തെ പോലെ ഒന്നും, സൃഷ്ടാവിനെ പോലെ ഒന്നും ആക്കാൻ പറ്റൂല എന്ന കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് മാത്രമേ ഇസ്ലാം എന്ത് ചെയ്യുള്ളൂ, വിശ്വാസത്തെയും ആത്മീയതയും അംഗീകരിക്കുള്ളൂ. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ വിഗ്രഹങ്ങളെയും ആൾദൈവങ്ങളെയൊക്കെ മനുഷ്യർ ഇസ്ലാം എതിർക്കുന്നത് എന്ന് കാണാൻ പറ്റും. രണ്ടാമത്തെ ബേസിക് എന്താണ്? രണ്ടാമത്തെ ബേസിക് ഒരു ഇലാഹേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ബേസിക് വിഗ്രഹങ്ങളെ എതിർക്കാനുള്ള കാരണം അള്ളാനെ പോലെ ഒരു രൂപം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നിങ്ങളിനി എന്തൊക്കെ നിങ്ങൾക്ക് ആത്മീയത വളർന്നെന്ന് പറഞ്ഞാലും പള്ളി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു പ്രത്യേക രൂപമാക്കിയിട്ട് ഇത് ഞാൻ ദൈവം പോലെ എന്നത് ഇസ്ലാം അംഗീകരിക്കുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ ഒരു രൂപം, ഒരു ഫോട്ടോ എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കാത്ത മതമാണ് ഇസ്ലാം. രണ്ടാമത് ഇസ്ലാം പറയുന്നത് ഒറ്റ ദൈവമേ ഉള്ളൂ എന്നുള്ളതാണ്. അതാണ് ഷഹാദത്ത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല. ഈ ബൗദ്ധൈവ വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഖുറൈശികളെ നോക്കിക്കഴിഞ്ഞാൽ ഖുറൈശികൾക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ഖുറൈശികൾക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു, അതല്ല അവരുടെ പ്രശ്നം. അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരിക്കെ തന്നെ കുറേ സബ് ദൈവങ്ങൾ അവരെന്ത് ചെയ്തിരുന്നു, വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഒരൊറ്റ വലിയ ദൈവവും പിന്നെ കുറേ ചെറിയ ദൈവങ്ങളെയും അവർ വിശ്വസിക്കുന്നു. ഇസ്ലാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ രണ്ട് പ്രത്യേകത നമുക്ക് മനസ്സിലാവും. ഒന്നാമത്തെ പ്രത്യേകത എന്താണ്, വലം യകുല്ലഹു കുഫുവൻ അഹദ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് വിഗ്രഹങ്ങൾ, ദൈവപുത്രൻ ഇതിനെയൊക്കെ ഇസ്ലാം എതിർക്കുന്നത് എന്നുള്ളത്. രണ്ടാമത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു ദൈവത്തിനപ്പുറം കുറേ ദേവതകൾ, കുറേ ഇതിനെ ഇസ്ലാം അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്, എന്തുകൊണ്ടാണ് മനുഷ്യൻ ചരിത്രത്തിൽ വിഗ്രഹത്തെ ആരാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കും ഈ പ്രശ്നമുണ്ട്. കാണാൻ കഴിയാത്ത ഒന്നിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതിന് അത്ര വലിയ ടഫായിട്ടുള്ളൊരു കാര്യം ലോകത്ത് വേറെ ഒന്നുമില്ല. കാണാൻ കഴിയാത്ത ഒന്നിൽ നമ്മൾ ഉറച്ച് വിശ്വസിക്കുകയും നമ്മുടെ ജീവിതം മൊത്തം അതിന് സമർപ്പിക്കുക എന്നുള്ള, നമ്മൾ പറയുന്നത് നമ്മൾ ഭയങ്കര മുസ്ലിങ്ങൾ വൻ സംഭവങ്ങളൊക്കെയാണ്. നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈമാൻ ഉറക്കാത്തതിൻ്റെ കാരണം, നമസ്കാരത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ എന്തുകൊണ്ടാണ് പല സ്ഥലത്തും ശ്രദ്ധിക്കുന്നത്? എന്തുകൊണ്ടാണ്? അള്ളാഹ് മുന്നിൽ കാണുന്നുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നമ്മുടെ ശ്രദ്ധ അവിടെ തന്നെ ആയിരിക്കുന്നു. അള്ളാഹുവിനെയും ആഖിറത്തിനെയും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഈമാൻ്റെയും ഇസ്ലാമിൻ്റെയും ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള പാർട്ട്. വിഗ്രഹങ്ങളുടെ ഒരു പ്രത്യേകത എന്താണ്? കാണാൻ കഴിയുമെന്നുള്ളതാണ്. കാണാൻ കഴിയുമ്പം അതിനൊരു റിയാലിറ്റി ഫീൽ ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ പള്ളിയിൽ ഒരു പ്രത്യേക സാധനം വെച്ചിട്ട് ഇതാണ് എൻ്റെ ദൈവം എന്ന് പറയുമ്പോൾ അതിനെ തൊടാനും അതിൻ്റെ മുന്നിൽ കുനിയുമ്പോഴും വല്ലാത്തൊരു റിയാലിറ്റി ഫീലിംഗ് വരും. എന്തുകൊണ്ടാണ് മനുഷ്യൻ പിന്നെ വിഗ്രഹാരാധനയിലേക്ക് പോകുന്നത്? നിങ്ങൾ ദൈവപുത്രൻ എന്ന കൺസെപ്റ്റ് എവിടുന്ന വരുന്നത്? കുറേ കൂടെ മനുഷ്യന് കാച്ചിങ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ദൈവപുത്രൻ എന്നതിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഈ ആയത്തിൽ പറയുന്നത് മനുഷ്യൻ്റെ ഹവയിൽ നിന്നുകൊണ്ടാണ് അവൻ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നത്. അവൻ്റെ ഇച്ഛ എന്താണ്? എന്തിനെങ്കിലും കാണണം, അവൻ്റെ ലന്നിൽ നിന്നാണ് ആക്കുന്നത് എന്നത് കാണാൻ പറ്റും. ഇതേപോലെ ഇസ്ലാമിൻ്റെ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള സാധനമാണ്, നിങ്ങൾ ഇന്ന് എന്തൊക്കെ ചെയ്താലും ഇന്ന് അതിൻ്റെ പ്രതിഫലം കിട്ടുകയില്ല, നാളെയാണ് കിട്ടുക എന്നത് ചാലഞ്ചിങ് ആണ്. അതുകൊണ്ടാണ് പലപ്പോഴും പിന്നെ SSLC പരീക്ഷ പാസ്സാകാൻ ഒരു തേങ്ങ ഉടച്ചാൽ മതി എന്ന് പറയുമ്പം പെട്ടെന്ന് എന്ത് ചെയ്യും, അതൊരു കാച്ചിങ് ആയിട്ടുള്ള സാധനമാണ്. നിങ്ങൾ എത്ര തേങ്ങ ഉടച്ചാലും SSLC പാസ്സാവുമോ പാസ്സാകാതെയോ ഇരിക്കാം എന്നൊരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കൽ വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ടാണ് പിന്നെ പലപ്പോഴും ആത്മീയതയും മതങ്ങളും എന്ത് ചെയ്യുന്നത് ഈ ഒരു റൂട്ടിലേക്ക് പോകുന്നത്. നിങ്ങൾ ഇന്ന ആയത്ത് കലക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇന്നത് കിട്ടുമെന്ന് പറയുമ്പോൾ വല്ലാത്തൊരു റിയാലിറ്റി ഫീൽ ചെയ്യും. അപ്പം ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, അറേബ്യയിലും മക്കയിലും മദീനയിലൊക്കെ വിഗ്രഹങ്ങൾ ഉണ്ടാകാനുള്ള കാരണം കുറേ ഗോത്രങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ ഗോത്രങ്ങളുടെ ഉള്ളിൽ ഒരു ഐക്യം ഉണ്ടാക്കിയത് അവരുടേതായ ഒരു വിഗ്രഹമായിരുന്നു. എന്ന് വെച്ചാൽ ലാത്ത എന്ന് പറയുമ്പോൾ ഒരു മൊത്തം ഗോത്രത്തിന് ഒരു ഐക്യം ഉണ്ടാക്കാൻ ഇത് ഖുർആൻ പറയുന്നുണ്ട്. സൂറ അൻകബൂത്തിൽ 25-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു വർത്താനാണ് അവരെക്കുറിച്ച്. വഖാല ഇന്നമത്തഖത്തും മിൻ ദൂനില്ലാഹി ഔസാനൻ
നിങ്ങൾ അള്ളാഹു അല്ലാത്ത വിഗ്രഹങ്ങളെ ഏറ്റെടുക്കുന്നു. മവദ്ദത്തം ബൈനക്കും എന്നാണ്, മവദ്ദത്തം ബൈനിക്കും എന്നാണ്. നിങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം പിന്നെ ഉറച്ചു നിർത്താൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു വിഗ്രഹത്തിന് ഏറ്റെടുക്കും. ഒരു വിഗ്രഹം ഉണ്ടാകുക അത് നമ്മുടെ ഒരു ഒരു ഐഡന്റിറ്റി ആയിട്ട് നിലനിൽക്കുന്നതുകൊണ്ടാണ്. ഇതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തത്, ഇത് നമ്മൾ ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പം നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു മൂന്നാമത്തെ ഒരു പോയിന്റ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഖുറൈശികൾ ഒരു നിലക്കും പ്രവാചകനിൽ വിശ്വസിക്കാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കഅബ അവർക്ക് വലിയൊരു ഫിനാൻഷ്യൽ സ്രോതസ്സായിരുന്നു, ഒരു സാമ്പത്തിക സ്രോതസ്സായിരുന്നു എന്നുള്ളതാണ്. കഅബയിലെ വിഗ്രഹങ്ങളെ കാണാൻ വേണ്ടി ദൂരദിക്കിൽ നിന്നും വരെ വലിയ ഗോത്രങ്ങൾ വരികയും അതിൻ്റെ പരിസരത്ത് കച്ചവടം നടക്കുകയും അങ്ങനെ ഉണ്ടല്ലോ. ഒരു ആത്മീയ കേന്ദ്രം ഉണ്ടാകുക, അതിൻ്റെ കുറ്റും പലതരം കച്ചവടങ്ങൾ നടക്കുക. ഇതിൻ്റെ വലിയ ആൾക്കാരായിട്ട് ഖുറൈശികൾ നിൽക്കുക, ഖുറൈശി തലവന്മാർ നിൽക്കുക. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവർ ഇസ്ലാമിനെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ഫുള്ള് നഖവും വെച്ചുകൊണ്ട് എതിർത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്നും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല ആത്മീയ കേന്ദ്രങ്ങളുടെയും പൊളിയാത്തതിൻ്റെയും അതില്ലാതാകാത്തതിൻ്റെയും കാരണം സാമ്പത്തിക സ്രോതസ്സാണ് എന്ന് കാണാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ വിഷയം, എന്തുകൊണ്ട് വിഗ്രഹാരാധന. ഇനി മൂന്നാമത്തതും വളരെ പ്രധാനപ്പെട്ട വിഷയം, ഇത് നമ്മൾ മുസ്ലിങ്ങൾ എന്ന അർത്ഥത്തിൽ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഖുർആൻ പഠിപ്പിക്കുന്ന ഷിർക്ക് എന്താണ് എന്നുള്ളതാണ്. ഇത് പഠിക്കുമ്പം പിന്നെ കുറച്ചും കൂടി, ഇപ്പോൾ ഇതുവരെ പറഞ്ഞത് വിഗ്രഹങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യൂല, നമ്മളായിട്ട് വല്ലാണ്ട് ടച്ച് ചെയ്യാത്തൊരു സാധനമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ നിങ്ങൾ ഖുർആനിലെ ഷിർക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് കുറേ കെട്ടുകളും കുറേ സാധനങ്ങളും തലേന്നൊക്കെ ഓരോന്നായിട്ട് പൊട്ടുന്നതായിട്ട് കാണാൻ പറ്റും. ഖുർആൻ പഠിക്കുന്ന ഷിർക്ക് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടുന്ന ഒരു സാധനമാണ് ഖുർആൻ പഠിപ്പിക്കുന്ന ഷിർക്ക്. കാരണം അള്ളാഹു പല അളവിലും പല മേഖലകളിലും പറയുന്ന ഒരു സാധനമാണ് ഷിർക്ക്. എന്താണ് ഷിർക്ക്? എന്താ ഷിർക്ക്? അള്ളാഹുവിൻ്റെ 99 സവിശേഷതകളുണ്ട്, അള്ളാഹിൻ്റെ സിഫത്തുകൾ. ആ സിഫത്തുകളിൽ ആരെങ്കിലും ഏതെങ്കിലും അളവിൽ അള്ളാഹിൻ്റെ മുകളിൽ നിങ്ങൾ പങ്കുകാരാക്കിയാൽ അതെന്താണ്? ഷിർക്കാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനാണ് അനുസരിക്കേണ്ടത് എന്നത് അള്ളാഹിൻ്റെ മാത്രം അവകാശമാണ്. അള്ളാഹുവിനേക്കാൾ ഒരാളെ അനുസരിക്കുന്നിടത്ത് അതെന്തായി മാറുന്നു? ഷിർക്കാണ്. ഞാൻ 2-3 ഉദാഹരണം പറയുമ്പം നമുക്ക് മനസ്സിലാവും. ഒന്ന്, സൂറ യൂസുഫിൽ 106-ാമത്തെ ആയത്ത്. നിങ്ങൾ ഇന്ന് പോയിട്ട് ഈ ആയത്ത് ഓതി നോക്കുക. ഈ ആയത്ത് നമ്മളെ ശരിക്കും പിടിച്ചു കുലുക്കും. അള്ളാഹ് പറയാണ്, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ എന്നാണ്. അവരിൽ അധിക പേരും മുശ്രിക്കായിട്ടല്ലാതെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. ഇതെന്ത് പ്രയോഗമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരളവിൽ ഷിർക്കില്ലാതെ അവരിൽ അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈമാൻ എന്ന് ഉണ്ടായിരിക്കെ തന്നെ പല തോതിൽ പല പേഴ്സൻറ്റേജുകളിൽ ഷിർക്കുള്ളിൽ ഉണ്ടാകും എന്നത് വലിയ ഗൗരവത്തിൽ നമ്മൾ കണ്ട കാര്യമാണ്. രണ്ടാമത് സൂറ ബക്കറയിൽ 165-ാമത്തെ ആയത്തിൽ അള്ളാഹ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു തരം ഷിർക്ക് പറയുന്നുണ്ട്. അത് സ്നേഹത്തിൻ്റെ ഷിർക്കാണ്. വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ. ചില മനുഷ്യരെന്ത് ചെയ്യും? അള്ളാനെ പോലെ സമന്മാരാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അള്ളാനെ പോലെ അവരെയും സ്നേഹിക്കും. അള്ളാനെ പോലെ അവരെയും ആരാധിക്കുന്നല്ല, അള്ളാനെ പോലെ അവരെയും സ്നേഹിക്കും. വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാ. പക്ഷെ വിശ്വാസികൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അള്ളാനെ കഠിനമായി സ്നേഹിക്കുന്നവരാണ്. എന്ന് വെച്ചാൽ സ്നേഹത്തിൻ്റെ കാര്യത്തിലെ തൗഹീദും സ്നേഹത്തിൻ്റെ ഷിർക്കും എന്താണെന്ന് വെച്ചാൽ, അള്ളാഹുവിനേക്കാൾ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നിടത്ത് അവരെന്ത് ചെയ്യുന്നു? അവിടെ ഷിർക്ക് വരുന്നു. എന്ന് പറഞ്ഞാൽ ഭയത്തിൻ്റെ കാര്യത്തിൽ ഷിർക്കുണ്ട്. അള്ളാഹിനേക്കാൾ നമ്മൾ ഒരാളെ പേടിച്ച് കഴിഞ്ഞാൽ അതൊരളവിൽ എന്താണ്? ഷിർക്കാണ്. നമ്മൾ അള്ളാഹിനേക്കാൾ പ്രതിഫലവും പ്രശംസയും മറ്റൊരാളിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ നന്മകളും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് ഈ വിനീതൻ്റെ ഇന്ന ജനസേവനത്തെക്കുറിച്ച് നിങ്ങൾ അറിയൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ചെയ്യുന്നിടത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവിനേക്കാൾ മറ്റൊരിടത്തു നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കുന്നത് ഷിർക്കിൻ്റെ ഭാഗമാണ്. ഖുർആൻ പറയുന്ന പല ടൈപ്പ് ഷിർക്കുകളുണ്ട്. അതിലൊന്ന്, അള്ളാഹിനെ തന്നെ മാറ്റിയിട്ട് വേറെ ദൈവത്തെ വെക്കുക. ഇതാണ് എക്സ്ട്രീം ഷിർക്ക്. ഓക്കെ, അള്ളാഹിനെ തന്നെ മാറ്റുക, വേറെ ദൈവത്തെ അംഗീകരിക്കുക. രണ്ടാമത്, അള്ളാഹിനെ അവിടെ വെക്കുക, എന്നിട്ട് അള്ളാഹിൻ്റെ കൂടെ കുറേ ദൈവങ്ങളെ വെക്കുക. ഇതാണ് ഖുറൈശികളുടെ പ്രശ്നം ഉണ്ടായിരുന്നത്. 3, നല്ല മനുഷ്യന്മാരെ ദൈവങ്ങളാക്കുക. ഇതാണ് ഇപ്പോൾ ആദ സമൂഹത്തിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മുൻകാലങ്ങളിൽ വൻ സംഭവങ്ങളായിരുന്ന വലിയ മഹാന്മാരുണ്ട്. ഇപ്പം നിങ്ങൾ ഇന്ത്യയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ സൂഫികൾ എന്ന് വെച്ചാൽ വലിയ മഹാന്മാരായ മനുഷ്യരെന്ത് ചെയ്യും? അവരെ തന്നെ പുതിയൊരു ബിംബമാക്കിയിട്ട് മനുഷ്യരെ മാറ്റുന്നതായിട്ട് കാണാൻ പറ്റും. 3. 4, മലക്കുകളെ ദൈവമാക്കുക. ഇത് ഖുറൈശികളുടെ ഒരു പ്രശ്നമായിരുന്നു, മലക്കുകളെ ദൈവമാക്കുക. 5, അള്ളാഹ്ക്ക് മക്കളാക്കുക.
അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറയാം. ഇത് ഇന്നത്തെ ആയത്തിൽ പറയുന്നുണ്ട്, അലക്കുമുദ്ദക്കറു വലഹുൽ ഉൻസ എന്ന് പറയുന്നത് ഈസാ നബി അലൈഹി സ്വലാമിന് സംഭവിച്ചത് എന്താണ്? പ്രവാചകനായിരിക്കെ ദൈവത്തിൻ്റെ പുത്രനായി മാറുന്നത് ദൈവത്തിന് എന്ത് ചെയ്യുന്നു? മക്കളാക്കുന്നു. ആറാമത്, ഇത് നിങ്ങൾ ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഇനി പറയാൻ പോകുന്ന ഒന്ന്. അള്ളാഹുവിനോട് അടുക്കാൻ വേണ്ടി ഒരു ദൈവത്തിനെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു സൃഷ്ടിക്കുക എന്ന് വെച്ചാൽ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, അള്ളാഹിനോട് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ തീരെ ഇല്ലാത്തവരാണ്. അപ്പം എന്ത് ചെയ്യും? അള്ളാഹിനോട് കുറെ കൂടെ വേഗത്തിൽ കാര്യങ്ങൾ പറയാൻ വേണ്ടി വേറൊരാൾ എന്ത് ചെയ്യുക? അതിലേക്ക് വരിക. നമ്മൾ വിചാരിക്കുന്നത് ഇന്നെന്തോ കണ്ടുപിടിച്ച സാധനം. ഖുർആൻ പറയുന്നൊരു കാര്യം സൂറ സുമറിൽ, വല്ലദീന അത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫ. അവർ വിഗ്രഹങ്ങളെയും അള്ളാഹ്ക്ക് സമന്മാരെയും ആക്കിയിട്ട് ഇബാദത്ത് ചെയ്യുന്നത് എന്തിനു വേണ്ടി മാത്രമാണ്? ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫ. അള്ളാഹുവിലേക്ക് കുറച്ചും കൂടി അടുക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? മറ്റൊരു ദൈവത്തെ എടുക്കുന്നു എന്നുള്ളത് വലിയ പ്രശ്നമായിട്ട് കാണാൻ പറ്റും. ആറാമത്തത്. ഏഴാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേതാക്കന്മാരെ ദൈവങ്ങളാക്കുക. നേതാക്കന്മാരെങ്ങനെയാണ് ദൈവങ്ങളാക്കുക? ദൈവങ്ങളാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു വിഗ്രഹമാക്കിയിട്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹിൻ്റെ അവകാശങ്ങൾ നമ്മൾ മറ്റുള്ളവരാൾക്ക് കൊടുക്കുമ്പോഴാണ് അവരെ ദൈവങ്ങളാക്കുക എന്ന് അള്ളാഹ് പറയുന്നത്. നേതാക്കന്മാരെപ്പോഴാണ് ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിനേക്കാൾ അനുസരണ അവരുമായിട്ട്, വിധേയത്വം അവരുമായിട്ടാകുമ്പം, നമ്മളൊരു ആദർശത്തിൻ്റെ വിഷയം വരുമ്പം ഇസ്ലാമിനേക്കാൾ ദൈവത്തേക്കാൾ നമ്മുടെ ഒരു നേതാവിനെ അനുസരിക്കുന്നിടത്ത് നേതാവ് എന്തായി മാറുന്നു? സ്വാഭാവികമായിട്ടും അള്ളാഹിൻ്റെ അടുത്തുള്ള അള്ളാഹിൻ്റെ സ്ഥാനത്ത് വരുന്നു. ഇത് പറയുന്നതാണ് അള്ളാഹു താഗൂത്ത്. ഖുറാനിൽ താഗൂത്ത് എന്ന് ഉപയോഗിക്കുന്നത് ഇത്തരം അധികാര ശക്തികളെയാണ്. ഖുറാനിൽ എല്ലാ പ്രവാചകന്മാരും സമൂഹത്തിനോട് പറഞ്ഞ മെസ്സേജിനെ കുറിച്ച് പറയുന്നത്, വലക്കത് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അനി അബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. എല്ലാ പ്രവാചകന്മാരും സമൂഹത്തിനോട് ഒരു മെസ്സേജാണ് പറഞ്ഞത്. അതെന്താണ്? അഅ്ബുദുല്ലാ, അള്ളാഹുവിൽ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, വജ്തനിബുത് താഗൂത്ത്, ഇത്തരം എല്ലാ അധികാര കേന്ദ്രങ്ങളെയും നിങ്ങൾ എന്ത് ചെയ്യുക? വർജിക്കുക. എട്ടാമത്, പുരോഹിതന്മാരെ ദൈവങ്ങളാക്കുന്നത്. പുരോഹിതന്മാരെ ദൈവങ്ങളാക്കുക. അപ്പോൾ ഇത് സെയിം ആണ്. എന്ന് വെച്ചാൽ നേതാക്കന്മാരെ ഇതാക്കുന്നത് പോലെ തന്നെയാണ് പുരോഹിതന്മാർ, പണ്ഡിതന്മാർ, പുരോഹിതന്മാർ ഭയങ്കര എന്താണ്, പിന്നെ ദീനിൻ്റെ വലിയ സംഭവങ്ങളാണ് എന്ന് നമ്മൾ കരുതിയിട്ട് അള്ളാഹിനെ അനുസരിക്കുന്നതിനേക്കാൾ അവർ കൊണ്ടുവന്ന് വരുന്ന നിയമങ്ങളും വിധികളും അനുസരിക്കുക എന്നുള്ളതാണ് ഒരു തരത്തിൽ ദൈവങ്ങളാക്കുന്നതാണ്. സൂറ തൗബയിൽ അള്ളാഹ് പറയുന്നത് 31-ാമത്തെ ആയത്തിൽ, ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബം മിൻ ദൂനില്ലാ. അള്ളാഹുവിനെ കൂടാതെ അർബാബുകളാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? അവരവരുടെ പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയും ഇതാക്കുന്നു. ഇനി നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടുന്ന ഒരു ഷിർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തന്നെ എന്ത് ചെയ്യുന്നു? ദൈവങ്ങൾ ആക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ഖുർആൻ പറയുന്നത്, അഫറഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവ. അഫറഅയ്ത, നീ കാണുന്നില്ലേ? മനിത്തഖദ, സ്വീകരിക്കുന്നവനെ, ഇലാഹഹു, ഇലാഹായിട്ട്, ഹവ, സ്വന്തത്തെ ഇലാഹായിട്ട് സ്വീകരിക്കുക. ഇത് നമ്മൾ തലകുത്തി മറിഞ്ഞാലും നമ്മൾ സമ്മതിക്കൂല. പക്ഷെ നമ്മളും അള്ളാഹുവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തടസ്സമായി നിൽക്കുന്നത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെയാണ്. നമ്മുടെ ഈഗോ, നമ്മുടെ സ്വാർത്ഥത, നമ്മുടെ അഹങ്കാരം, നമ്മുടെ തറവാടിത്തം, നമ്മളാണ് ദൈവമായിട്ട് എന്ന് പറഞ്ഞാൽ, ഹവയെ ദൈവമാക്കാന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി, നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അള്ളാഹുവിനേക്കാൾ നമ്മളെ തന്നെ അനുസരിക്കുന്നിടത്താണ് നമ്മളെ ദൈവമാക്കുക എന്ന് പറയുന്നത് എന്ന് കാണാൻ പറ്റും. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. 10-ാമത്, ഇത് ഖുർആൻ പറയുന്നതല്ല, ഈ കാലഘട്ടത്തിൽ മറ്റൊരു ദൈവം കൂടി പുതുതായി വന്നിട്ടുണ്ട്. അത് ദേശവും രാഷ്ട്രവും ദൈവമായി മാറലാണ്. ഇപ്പം നാഷണലിസം, ദേശീയതയൊക്കെ ദൈവം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, രാജ്യം എല്ലാത്തിനും മുകളിൽ, ആദർശത്തിനും മതത്തിനും ദൈവത്തിനൊക്കെ മുകളിൽ രാഷ്ട്രവും ഭൂമിയും ആകുമ്പം അതെന്ത് ചെയ്യും? ഒരു തരത്തിൽ അതും മറ്റൊരു ഷിർക്കാണ് എന്ന് കാണാൻ പറ്റും. അപ്പം അവസാനമായിട്ട് ഈ പലതരം ഷിർക്കുകൾ നമുക്ക് തരുന്നൊരു തിരിച്ചറിവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ഷിർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദൈവവിശ്വാസിയാകണമെന്ന് യാതൊരു നിർബന്ധമില്ല. കാരണം മനുഷ്യൻ സ്വതവേ തന്നെ ഏതെങ്കിലും ഒന്നുമായിട്ട് എന്ത് ചെയ്യും? വിധേയപ്പെടും. എന്തിനെങ്കിലും അനുസരിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ നേച്ചറുള്ള കാര്യമാണ്. അള്ളാഹ് പറയുന്നത്, നിങ്ങൾ യഥാർത്ഥ ദൈവത്തിന് വിധേയത്വം വഹിച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ദൈവങ്ങൾക്ക് വിധേയപ്പെട്ടിട്ടുള്ള അടിമത്താണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്ന 2 ആയത്തും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഒന്നാമത്തേത്, അള്ളാഹ് ഒരു ഉദാഹരണം പറയുകയാണ്. സൂറ സുമറിൽ 29-ാമത്തെ ആയത്തിൽ, ലറബല്ലാഹു മസല റജുലൻ
ഫീഹി ശുറകാഉ മുതശാക്കിസൂന വറജുലൻ സലമൻ ലിറജുലിൻ. അള്ളാഹു ഒരു മനുഷ്യനെ ഉപമയായി എടുത്തു കാണിക്കുന്നു. പരസ്പരം വഴക്കടിക്കുന്ന കുറേ പങ്കുകാരാണ് അവൻ്റെ യജമാനന്മാർ. എന്ന് വെച്ചാൽ കുറേ ദൈവങ്ങളുടെ പിന്നെ അടിമയായി മാറുമ്പം പല ആൾക്കാരുടെയും അടിമ. അതേസമയം ഒരു യജമാനന് മാത്രം കീഴ്പ്പെട്ട ഒരാൾ എന്ന് പറയുന്നത് എത്രത്തോളം സലമൻ, എത്രത്തോളം എന്താണ് സുരക്ഷിതനും സ്വതന്ത്രനുമാണ് അവൻ എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. കുറേ ദൈവങ്ങൾക്ക് യഥാർത്ഥത്തിൽ യുക്തിവാദം അല്ലെങ്കിൽ ദൈവമില്ലാത്ത ആൾക്കാർ എന്നൊക്കെ പറയുന്നവർ ഏറ്റവും സ്വാതന്ത്ര്യം ഒരു മനുഷ്യന് ലഭിക്കുക യഥാർത്ഥ ദൈവത്തിന് വിധേയപ്പെടുമ്പോഴാണ്. എല്ലാത്തിടത്തോളം സംഭവിക്കുന്നത് നമ്മൾ ഏത് ഇസത്തിൻ്റെ ഭാഗമല്ലെങ്കിലും കുറേ ദൈവങ്ങൾക്ക് വിധേയപ്പെടുക എന്നുള്ളതാണ്. രണ്ടാമത് സൂറ ഹജ്ജിൽ വളരെ സുന്ദരമായിട്ടുള്ളൊരു ഉപമ അള്ളാഹു പറയുന്നുണ്ട്. വമൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമാ ഖറ മിനസ് സമാഇ ഫതഖ്തഫുഹു ത്വയ്റു ഔ തഹ്വി ബിരീഹു ഫി മക്കാനി സഹീഖ്. അള്ളാഹിനോട് ഷിർക്ക് ചേർക്കുക എന്നതിന് ഉപമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ആകാശത്ത് നിന്ന് വീണ പോലെയാണ്. എന്നിട്ട് അവനെ പക്ഷികൾ റാഞ്ചി കൊണ്ടുപോയിട്ട് വിദൂര സ്ഥലത്തേക്ക് അവനെ കാറ്റ് തള്ളുന്നു എന്ന് പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അള്ളാഹിൻ്റെ വിധേയത്വത്തിൽ നിന്നും താഴത്തേക്ക് വീണാൽ സംഭവിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷികളും കാറ്റുകളും എന്ന് വെച്ചാൽ പലതരം ദൈവങ്ങൾ അവനെ റാഞ്ചിയിട്ട് ചിതറിയിട്ട് പല സ്ഥലങ്ങളിലേക്കും ഇടുന്നു എന്ന് പറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്ന ഈ ആയത്തുകളെ ബേസ് ചെയ്തുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്ന ഷിർക്ക് അല്ലെങ്കിൽ ബഹുദൈവത്വം എന്ന് കാണാൻ പറ്റും. വളരെ ഗൗരവത്തിൽ നമ്മൾ പഠിക്കേണ്ടുന്ന കാര്യമാണ്. ഞാൻ പറയാൻ കാരണം ഈ രണ്ട് അടിസ്ഥാനം ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ, ഒന്ന് ദൈവത്തെപ്പോലെ ആരുമില്ല എന്ന കൺസെപ്റ്റും ഒരൊറ്റ ഇലാഹ് മാത്രമേ ഉള്ളൂ എന്ന കൺസെപ്റ്റും നമുക്ക് എത്രത്തോളം മനസ്സിലാവുന്നോ അത്രത്തോളം ഇസ്ലാമിൻ്റെ ഏകദൈവ വിശ്വാസവും നമ്മുടെ പ്രശ്നവും മനസ്സിലാവും. രണ്ടാമത് ഷിർക്ക് എന്ന് പറയുന്നത് വിഗ്രഹങ്ങൾ മാത്രമല്ല, നമ്മൾ കാണുന്നൊരു വിഗ്രഹം തന്നെ ആയിക്കൊള്ളണമെന്നില്ല, നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ധാരാളം വിഗ്രഹങ്ങൾ അതുമാകാം എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ്. മൂന്നാമത് അള്ളാഹുവിനോട് ഷിർക്ക് ചെയ്യുക എന്ന് പറയുന്നത് അവൻ്റെ സിഫത്തുകളിൽ പങ്കുചേർക്കലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് അനലൈസ് ചെയ്യേണ്ടത് നമുക്ക് ഏറ്റവും സ്നേഹം ആരോടാണ് എന്നതിൽ ഷിർക്ക് കിടക്കുന്നുണ്ട്. നമ്മളേറ്റവും ഭയപ്പെടുന്നത് ആരെയാണ് അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഷിർക്ക് കിടക്കുന്നുണ്ട്. ആരിൽ നിന്ന് മാത്രമാണ് നമ്മൾ പ്രശംസയും പ്രതീക്ഷയും വെക്കുന്നത് എന്നതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഷിർക്ക് കിടക്കുന്നുണ്ട്. പടച്ചോൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഏതെങ്കിലും രീതിയിൽ നമ്മളിൽ ഷിർക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ പടച്ചോൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു തൗഹീദിൽ അവൻ്റെ ഏകദൈവത്വത്തിൽ അവൻ്റെ ഏകദൈവം എന്ന ഒരൊറ്റ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസികളായി അള്ളാഹു നമ്മളെ മാറ്റി തരുമാറാകട്ടെ. ഈമാൻ ഉണ്ടായിരിക്കുകയും എന്നിട്ടും ഷിർക്ക് ഉള്ളിൽ നിറയുകയും ചെയ്യുന്ന ഒരവസ്ഥ യിലേക്ക് അള്ളാഹു നമ്മളെ പെടുത്താതിരിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.